ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. 2 തരം ഫില്ലിങ് കൊടുത്തിട്ടുള്ള ഒരു ഫ്ലവർ പോട്ടാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. 2 തരം ഫില്ലിങ് ഉള്ളതുകൊണ്ട് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൈദയും ആട്ടയും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല ആട്ടപ്പൊടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു അല്പം ഉപ്പിട്ടിട്ട് നമ്മൾ സാധാരണ മാവ് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ലെങ്തി ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം, സാധാരണ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ചപ്പാത്തി മാവ് എങ്ങനെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക എന്നുള്ളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണൂ കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ അതിൽ കണ്ടാൽ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എല്ലാ സൈഡിലുള്ള മാവൊക്കെ അതിനോട് കൂട്ടിയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഈ മാവ് ഇവിടെ അത്യാവശ്യം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം, ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഫ്ലവർ പോട്ടിന് വേണ്ട മാവ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മൂടി വെക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ഒരു 20 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കിയിട്ട് എടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഇവിടെ ചിക്കൻ ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവി വെച്ചിട്ട് അതിലേക്ക് അത്യാവശ്യത്തിന് വേണ്ട ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല നൈസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കും, എങ്കിലേ സവാള പെട്ടെന്നൊന്ന് വഴന്നിട്ട് വരുള്ളൂ. നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സവാള ഇവിടെ ഇപ്പോൾ കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം എരിവുണ്ടാവും. ഇതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റിയിട്ടെടുക്കാം, കാരണം നമ്മുടെ സവാളയൊക്കെ ഇനിയും വഴന്ന് വരാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് വേണം നമുക്കിതിലേക്ക് വേണ്ട സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എല്ലാം വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ, 1/4 ടീസ്പൂൺ വീതം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴന്നിട്ടൊക്കെ വരട്ടെ. അപ്പോൾ നമുക്കിതിവിടെ വെച്ചിട്ട് ഈ ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിവിടെ കിടന്ന് വഴന്ന് വന്നോളും. ഞാനിവിടെ 4 പീസ് ചിക്കന് കുക്കറിൽ 2 വിസിലിട്ടിട്ട് അല്പം ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഒന്ന് കൈ വെച്ചിട്ട് നുള്ളിയെടുത്തതാണ് കേട്ടോ ഇത്. ഇനി കൈ വെച്ചിട്ട് നുള്ളിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി. വേവിച്ച ചിക്കനാണിത്. ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി നല്ല ടേസ്റ്റൊക്കെ കിട്ടും ചിക്കൻ ഒത്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. നമ്മുടെ സവാള ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ചിക്കനും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരു 1 മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി, കാരണം നമ്മുടെ സവാളയും ചിക്കനൊക്കെ വെന്തല്ലോ ഓൾറെഡി. അപ്പോൾ അത് നമ്മുടെ ഒരു ഫില്ലിംഗ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഫില്ലിംഗ് കൂടി ചെയ്യുന്നുണ്ട്, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഫില്ലിംഗ് കൂടി ചെയ്യുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കരിവേപ്പിൻ്റെയും 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പില ഒത്തിരി കൂടരുത് കേട്ടോ. അതേപോലെ പച്ചമുളക് നമ്മൾ നേരത്തെ അതിൽ 2 പച്ചമുളക് ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മറ്റേ ചിക്കൻ ഫില്ലിങ്ങിൽ. അപ്പോൾ ഇതിൽ 2 എണ്ണം ചേർത്ത് കഴിഞ്ഞാൽ എരിവൊക്കെ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. നമ്മൾ തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. ഈ ഒരു ചമ്മന്തിയും കൂടി വന്നാലാട്ടോ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 ഫില്ലിങ്ങും ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്ലവർ പോട്ട് ആക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ മൂടി വെച്ചിരുന്ന നമ്മുടെ പൊടി ഒന്ന് തുറന്ന് നോക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റ് മൂടി വെച്ചപ്പോഴേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ നല്ല സിമ്പിളായിട്ട്
പരത്തിയെടുക്കാനും പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചെറിയ ഉരുള എടുത്തിട്ട് പൂരിക്കെല്ലാം പരത്തിയെടുക്കുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതേപോലത്തെ ഉണ്ടാക്കുന്ന ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതേപോലത്തെ സ്റ്റീൽ ഗ്ലാസ് എടുക്കാം കേട്ടോ. ഇങ്ങനെ ഉരുണ്ട് നിൽക്കുന്ന സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സ്റ്റീലിൻ്റെ എന്തെങ്കിലും അതേപോലത്തെ ഷേപ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. ഗ്ലാസ്സാണ് കൂടുതൽ നല്ലത്. അതിൽ ഒരു അല്പം ഓയിൽ പുരട്ടി കൊടുത്തിട്ട് നമ്മൾ പരത്തി വച്ചിരുന്ന പൂരിയുടെ മുകളിൽ ഇത് വെച്ച് കൊടുക്കാം. ഒരു പ്രാവശ്യം ഓയിൽ പുരട്ടി കൊടുത്താൽ മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണമെന്നില്ല. ഇനി നമ്മൾ നടുവിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ ഒരു ഫ്ലവർ പോട്ടിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഷേപ്പിലേക്ക് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പ്രസ്സായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കൈകൊണ്ട് ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതായത് ഇവിടെ ഇപ്പോൾ കുറച്ചൊരു ഫ്ലവർ പോട്ടിൻ്റെ ഷേപ്പൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഓയിലൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ കാണാനായിട്ട്. ഞാൻ ഈ ഗ്ലാസ് ഡയറക്റ്റായിട്ട് ഓയിലിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ എന്തെങ്കിലും ഗ്ലൗസോ തുണി വെച്ചിട്ടോ ഒന്ന് പിടിക്കാട്ടോ, അല്ലെങ്കിൽ കയ്യിലേക്ക് ചിലപ്പോൾ ചൂടടിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ചൂടായിട്ട് ഒന്ന് വെന്ത് വരുമ്പോൾ തന്നെ ഇത് മെല്ലെ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ വിട്ട് വരുന്നില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഉള്ളിലേക്കൊക്കെ ഓയിലാക്കിയിട്ട് എല്ലാ സൈഡും നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇത് നമ്മൾ പൂരിയൊക്കെ വേവിക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒത്തിരി അങ്ങ് മറിച്ചിട്ട് കളിക്കരുത്. വേവിച്ചെടുക്കുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് ഹാർഡായി പോവും. അപ്പോൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡും അതേപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും, മൈദപ്പൊടിയൊക്കെ ആണല്ലോ. അപ്പോൾ അതാ നമ്മുടെ ഒരു ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഓയിലിൽ നിന്ന് എടുക്കുന്ന ടൈമിൽ ഇതിൻ്റെ അകത്തുള്ള ഓയിലൊക്കെ കളഞ്ഞിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂട് തണയുന്ന ടൈമിൽ ഈ പൊന്തി നിൽക്കുന്ന ഭാഗമൊക്കെ തണുത്തിട്ട് താന്നിട്ട് തന്നെ നിന്നോളും. അപ്പം നല്ല ഡയറക്റ്റായിട്ട് കറക്റ്റ് ഫ്ലവർ പോട്ടായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊന്നും ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി വേറെ ഒന്നും കൂടി ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് കറക്റ്റ് പൂരിയുടെ ഷേപ്പ് ഒന്നും പരത്തിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് നീട്ടി പരത്തിയിട്ട് ഇതേപോലത്തെ മൂടി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിവിടെ അതാ ഒരു മൂടി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലോട്ടോ എന്തിലേക്കാന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഓയിലിലേക്ക് വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ പോട്ടും ഇവിടെ റെഡി ആക്കിയിട്ട് ഞാനിതാ ഓയിലിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് രണ്ട് സൈഡ് മൊരിയിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അതാ ഇതും ഇവിടെ ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഫ്ലവർ പോട്ടൊക്കെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിവിടെ 5 എണ്ണമാണ് കേട്ടോ ആക്കി വെച്ചേക്കുന്നത്. നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് ഫില്ലിങ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതാ ഇതേപോലെ നല്ല ഷേപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇനി ഞാൻ ഇതിൻ്റെ താഴെ ആദ്യം തന്നെ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്ലവർ പോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഫ്രഷ് ഇട്ട് കൊടുത്തിട്ട് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. എങ്കിലേ ഒത്തിരി ഇങ്ങനെ പൊന്തി നിൽക്കാതെ കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ചമ്മന്തി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അത് ഞാനിവിടെ സെൻറ്ററിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എങ്കിലേ കാണുമ്പോൾ കുറച്ചും കൂടി ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതാ സെൻറ്ററിൽ നമ്മുടെ ചമ്മന്തിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചമ്മന്തിയും ചിക്കൻ ഫില്ലിങ്ങും എല്ലാം കൂടി വരുമ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം കടിച്ചിട്ട് കഴിക്കാനായിട്ട്. അപ്പോഴേ നല്ലതായിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ അറിയത്തുള്ളൂ. ഒരു ഫ്ലവർ പോട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ 5 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സിമ്പിളാണ്, ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതേപോലെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. താങ്ക് യു.